ടു സീ വിത്ത് എൽസ. ഇന്നത്തെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കാൾ ഉപരി സംസാരം കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം നന്ദകിഷോർ എന്ന് പറയുമ്പോൾ, അഭിനേതാവായ നന്ദകിഷോർ സാർ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പേര് പറയുമ്പോൾ അത്ര പെട്ടെന്ന് നിങ്ങൾ പിടുത്തം കിട്ടില്ലായിരിക്കും. പക്ഷെ അദ്ദേഹത്തെ ഒന്ന് കണ്ടു നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൂടെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ഓടി വരും. ഓ, ഇദ്ദേഹത്തിന്റെ പേരായിരുന്നു അതൊന്ന് ചോദിക്കും അല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സന്തോഷം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആളെയല്ലേ എന്ന് കൊണ്ടുവന്നേക്കണേ. അപ്പൊ എപ്പിസോഡ് ഭയങ്കര സ്പെഷ്യൽ ആണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ ഓണം ഇങ്ങനെ വാതിക്കെ നിൽക്കുന്നു. ഇവിടെ തൃശ്ശൂർ ഓണം വന്നോ? അതെ. അത് സാറിപ്പോ അവിടെ പോവില്ലേ? നമ്മുടെ ഈ പുലികളെയൊക്കെ നടക്കുന്നിടത്തേക്ക് പറയാറുണ്ട്. ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമാണല്ലോ സാർ ഇങ്ങനെ പറയണ കേട്ടിരിക്കാൻ. ഭയങ്കര രസമാണ്. പിന്നെ അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പൊ ആദ്യ ക്വസ്റ്റ്യൻ തന്നെ, സാർ എങ്ങനെയാണ് സിനിമയിലേക്ക് കടന്നു വന്നത്? ആദ്യം സിനിമയിലേക്കാണോ നാടകത്തിലേക്കാണോ? എങ്ങനെയായിരുന്നു ആ ഒരു കടന്നു വന്നത്? ആദ്യം നാടകത്തിനാണ് തുടങ്ങിയത്. ആദ്യം ഇവിടെ നമ്മുടെ ഞാൻ എംകോം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ. അവിടെ ഞാൻ BTA കോഴ്സിന് ചേർന്നു. അതിനുശേഷം പിന്നെ എനിക്കൊരു ജോലി കിട്ടുമ്പോൾ ഞാൻ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. മുദ്രാരാക്ഷസം എന്ന വിശാഖദത്തൻ രചിച്ചൊരു സംസ്കൃത നാടകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതില് പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ സൂത്രധാരനായിട്ട് തന്നെ ജോസേട്ടൻ കാസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ അത് മദ്രാസിലെ സൗത്ത് ഇന്ത്യയെ 4 മേഖലകളാക്കി തിരിച്ചിട്ട്, അതായത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതിൽ സൗത്ത് സോൺ തെക്കേ ഇന്ത്യ എന്ന നാടകങ്ങളാണ്. അത് നടന്നിരുന്നത് മദ്രാസിലായിരുന്നു. അന്ന് മദ്രാസാണ്, അന്ന് ചെന്നൈ. അവിടെ നിന്ന് ആ നാടകം കളിച്ചു. അത് ഞങ്ങളെ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ 4 നാടകം അവതരിപ്പിക്കും. അത് തെക്കുന്നും വടക്കുന്നും കിഴക്കുന്നും പടിഞ്ഞാറുന്നും 4 ദിക്കിൽ ഇന്ത്യയുടെ 4 ദിക്കിൽ നിന്ന് 4 നാടകം. അതിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ നാടകമാണ് മുദ്രാരാക്ഷസം. അത് ഡൽഹിയിൽ പോയി കഴിച്ചു. പിന്നെ കുറച്ച് സ്റ്റേജുകൾ അവിടെ ഇവിടെ കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഓരോ ജോലി കിട്ടി. സ്വാഭാവികമായിട്ടും അങ്ങനെ നിന്നു ആ നാടകം. അവിടെ നിന്ന് അതിന് ശേഷം ഒരു 1988 ഞാൻ കുറച്ച് സംസ്കൃതമൊക്കെ പഠിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ നാട്ടില് ഞാൻ മല്ലച്ചിറക്കാരനാണ്, തൃശ്ശൂര്. അവിടെ കഴിഞ്ഞ 10-64 കൊല്ലമായിട്ട് ഓണാഘോഷം അനുസ്യൂതമായിട്ട് മുടങ്ങാതെ ഇങ്ങനെ നടന്നു വരും. അതിൽ അത്യാവശ്യം മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക, ചിലതിന് ചില സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മല്ലച്ചിറത്തെ ഓണാഘോഷമാണ് നമ്മളെ. മല്ലച്ചിറന്ന് ഒരുപാട് കലാകാരന്മാരുണ്ട്, പ്രിയനന്ദനൻ, ശശിധരൻ നെടുവിൽ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത് അവരുടെയൊക്കെ കൂട്ടത്തിൽ പ്രവർത്തിച്ച് പിന്നെ എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 91 ജോലി കിട്ടി. അസിസ്റ്റന്റ് ക്ലർക്ക് പണിയാണ്. അതിന് പറഞ്ഞ പേരാണ് അസിസ്റ്റന്റ്. അവിടെ ജോലി കിട്ടി. അതിനുശേഷം ഞാൻ 92 ജൂൺ 1 മുതൽക്ക് നമ്പൂരി ഫലിതങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു 1 മാൻ ഷോ കോഴിക്കോട് ടൗൺ ഹാളില് 1992 ജൂൺ 1 അരങ്ങേറി. അത് അവിടെയാണ് എന്റെ 1 മാൻ ഷോയുടെ തുടക്കം. അപ്പൊ അങ്ങനെ അതിങ്ങനെ കുറെ വേദികളിൽ കളിച്ചു. ഇപ്പോൾ അതിന് രൂപം ഭാവമൊക്കെ മാറ്റി ഫലിത പ്രഭാഷണം എന്ന പേരിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഞാൻ 2000 ആദ്യമായിട്ട് KB മധു, ഇവിടെ നമ്മുടെ അടുത്ത് ചന്ദ്രാപിന്നി കൂരിക്കുഴി അടുത്ത് KB മധു എന്നിട്ട് സംവിധായകൻ. അദ്ദേഹം സംവിധാനം ചെയ്ത വിനയപൂർവ്വം വിദ്യാധരൻ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചു. ആദ്യമായിട്ട് സിനിമയിൽ സിനിമയിൽ അഭിനയിച്ചു. അതിനു മുമ്പ് ഞാൻ ചങ്ങരംകുളത്തുകാരുടെ ഒരു മുഹമ്മദ് കുട്ടി സംവിധാനം ചെയ്ത അക്ബർ കക്കട്ടിലിന്റെ അധ്യാപക കഥകൾ, സ്കൂൾ ഡയറി, ഇത് രണ്ടും ചേർത്തിട്ട് സ്കൂൾ ഡയറി എന്ന പേരിൽ ഒരു സീരിയൽ എടുത്തു. ദൂരദർശന ടെലികാസ്റ്റ്. 97 ഷൂട്ടിങ്ങും 99 അതിന്റെ ടെലികാസ്റ്റ് വരും. അതിൽ ഞാൻ നമ്പൂരി മാഷ് പറഞ്ഞിട്ട് ഒരു വേഷം ചെയ്തു. 12 എപ്പിസോഡ്. അന്ന് ഈ മേഘയില്ല അത്രയ്ക്ക്. അപ്പൊ അതില് അഭിനയിച്ചു. അതിനുശേഷം KB മധുവിന്റെ വിനയപൂർവ്വം വിദ്യാധരിൽ ഞാൻ അഭിനയിക്കുന്ന അമ്പിളി ചേട്ടന്റെ ജഗതി ചേട്ടന്റെ ഒപ്പാണ്. ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോ അങ്ങനെ എന്റെ പുറത്തിട്ട് പറഞ്ഞു, യു വിൽ കം അപ്പ്, താൻ നന്നാവുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി എനിക്ക് ഓസ്കാർ കിട്ടിയില്ലെങ്കിലോ, കാരണം ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പൊ അതെനിക്കൊരു ഇൻസ്പിറേഷൻ ആവുകയും പിന്നെ ഞാൻ രണ്ടാമത് ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം സിനിമയിൽ അഭിനയിച്ചു. ജയരാജനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഈ മധുവാണ്, KB മധു. പിന്നെ 3ാമത്തെ സിനിമയാണ് കസ്തൂരിമാൻ. ലോഹി സാറ് സംവിധാനം ചെയ്ത സിനിമയാണ്. എനിക്കൊരു ലോഹി സാറായിട്ട് ലോഹ്യം കൂടിയപ്പോഴാണ് എനിക്ക് ഒരു സിനിമ ഒരു മേൽവിലാസം ഉണ്ടായി. എനിക്കൊരു എന്താ ആളുകൾ ഓർക്കുന്ന ഒരു വർക്ക് ചെയ്യാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ ഒരു സൗമനസ്യം കൊണ്ടാണ്. പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ ചെയ്തു വന്നു. അതാണ് അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കയറി വന്നത്. നമ്മുടെ കസ്തൂരിമാൻ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ സാറേ. അപ്പം ഇപ്പൊ ലോഹിതദാസ് സാറിന്റെ ആ ഒരു സിനിമ, അപ്പൊ ആ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുസൃതിയൊക്കെ നടന്നൊരു അച്ഛൻ. അപ്പൊ എങ്ങനെയാണ് ആ കഥാപാത്രത്തിലേക്ക് വന്നത്? അതിന് വേണ്ടി എന്തെങ്കിലും ഒരുക്കങ്ങൾ നടത്തിയോ?
അത് അങ്ങനെയല്ല. അത് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഈ ലോഹിദാസിന്റെ പടം തൃശ്ശൂര് നടക്കുന്നുണ്ട്, താൻ ഒന്ന് പൊക്കോ, അവര് എന്താ വെച്ചാൽ ഒന്ന് പരിചയപ്പെടാൻ, പടം തുടങ്ങി വേഷമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എന്താ തോന്നുന്നില്ല പറഞ്ഞു. തൃശ്ശൂര് ഷൊർണൂർ റോട്ടില് ഒരു മുസ്ലിം പേരുള്ള ലോഡ്ജിലാണ് അവർ താമസിക്കുന്നത്. എനിക്ക് അത്ര അറിയുള്ളൂ പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോ ഞാൻ അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഈ ബാബു ചേർത്തല, രാജു ബാബു, അങ്ങനെ ഒരു ചെസ് സിനിമ എടുക്കുന്നുണ്ട്. ചെസ് എന്ന സിനിമ ദിലീപിന്റെ, അതിന് ശേഷം എടുത്തതാണ്. അദ്ദേഹമാണ് ഇതിന്റെ അസോസിയേറ്റ്. അപ്പൊ അദ്ദേഹം തന്നെയായിരുന്നു ശാന്തത്തിന്റെയും വിനയപൂർവ്വം വിദ്യാന്റെ അസോസിയേറ്റ്. അങ്ങനെ നമ്പർ ഞാൻ തപ്പി പിടിച്ച് അങ്ങോട്ട് വിളിച്ചു. അപ്പൊ ആ പറഞ്ഞു അമ്രിയ ഹോട്ടലിലാണ് താമസിക്കണത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഈ ഷൊർണൂർ റോട്ടിൽ അമ്രിയ ഹോട്ടലിലേക്ക് നേരത്തെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇവിടെ അവിടുത്തെ പോയി ഷൂട്ടിങ്ങിന്. അപ്പൊ ഹോട്ടൽ അമ്രിയ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ട്, ലോഡ്ജ് ഉണ്ട് ഈ നമ്മുടെ ഷൊർണൂർ റോട്ടിൽ തൃശ്ശൂർ. PWD റെസ്റ്റ് ഹൗസിൽ ഷൂട്ടിംഗ് ഉണ്ട്, അങ്ങോട്ട് പോക്കോളൂ, ഉച്ചയാകുമ്പോഴേക്കും അവിടുന്ന് പോയിട്ട് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് ജോലിക്ക് പോകേണ്ട ആളാ, തിങ്കളാഴ്ച നടക്കണേ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോവാതെ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് അവിടുന്ന് നേരെ PWD റെസ്റ്റ് ഹൗസിലേക്ക് പോയി, തൃശ്ശൂർ ടൗൺ ഹാളിന്റെ ബാക്കിൽ. അവിടെ ചെന്നപ്പോ കുഞ്ചാക്കോ ബോബൻ കളക്ടറായിട്ട് ചാർജ് എടുക്കുന്ന സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെന്നപ്പോ ഈ രാജുബാബു, അന്ന് ബാബു ചേർത്തലാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം വരെ ഒരു ചിരി തിരിച്ചു തന്നെ കണ്ടപ്പോൾ എനിക്ക് ലോഹിദാസിനെ ഒന്ന് പരിചയപ്പെടണം വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ലോഹിദാസൻ പറഞ്ഞു ഇത് നന്ദകിഷോർ. അപ്പൊ എന്നെ നോക്കി, തന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നമ്പൂരി ഫലിതങ്ങളൊക്കെ ചെയ്യുന്ന ആളാ. അത് കഴിഞ്ഞിട്ട് എന്നൊരു അത് കഴിഞ്ഞിട്ടൊരു നോട്ടണ്ടേ ഇതെങ്ങനെ ആ നോട്ടം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, എനിക്ക് ഇങ്ങനെ കാണിക്കാനേ അറിയുള്ളൂ. താൻ അവിടെ നിൽക്കട്ടെ പറയും. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഏകദേശം ഒരു 9:30-10 മണിക്കാണ്. ഞാൻ അവിടെ നിന്നു, ആരും ഒന്നും പറയണില്ല. ഞാൻ എന്റെ യൂണിവേഴ്സിറ്റിയുള്ള ബാഗൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ വെച്ച് അവിടെ നിന്നു. ഓരോ ഷൂട്ട് കഴിഞ്ഞു. ഉച്ചയായപ്പോ കൊച്ചി ഹനീഫ വന്നു. കൊച്ചി ഹനീഫ സാർ വന്നപ്പോ ഊണ് കഴിച്ചോളാം, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. ഊണ് കഴിച്ചു ഒന്നും പറയണില്ല. പിന്നെ ഇങ്ങനെ സീൻ എടുക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോ എന്നോട് പറഞ്ഞു നമ്പർ, അന്ന് മൊബൈലില്ല എനിക്ക്, വീട്ടിലെ ഫോൺ നമ്പർ കൊടുത്തു, ഇവിടുത്തെ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്തു, അവൻ പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുമില്ല കഴിഞ്ഞു. പക്ഷെ അന്ന് രാത്രി എനിക്കൊരു ഫോൺ വന്നു. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് തൃശ്ശൂര് കാസിനോ ഹോട്ടലിൽ വരാൻ പറഞ്ഞിട്ട്. കാസിനോ ഹോട്ടലിൽ ഞാൻ ചെന്നപ്പോ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ആരും ഒന്നും പറയണില്ല. ആദ്യം പുട്ടും കടലയും കഴിച്ചോളാൻ പറഞ്ഞു. പുട്ടും കടലയും കഴിച്ചു. അപ്പോഴും ആരും ഒന്നും പറയണില്ലല്ലോ, ഇതാസൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ മേക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. മേക്കപ്പ് ചെയ്തു. അപ്പോഴും ആരും ഒന്നും പറയണില്ല. അത് കഴിഞ്ഞപ്പോ ഒരു ലോഹ കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരച്ഛന്റെ വേഷമാണ് ഇത്. ലോഹിദാസ് എന്നോട് പറഞ്ഞിട്ടില്ല എന്താ വേഷം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ലേ. നാളെ വരുന്നുണ്ട് പ്രൊഡക്ഷനാ വിളി വന്നേ, പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റോ വിളിച്ചേ. അവിടെ ചെന്നു, ലോഹ തന്നു. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് എപ്പോഴും തിന്നുകൊണ്ട് കിടക്കുന്ന ഒരു അച്ഛനാണെന്ന് മാത്രം പറഞ്ഞു. അത് പിന്നെ മറ്റു എന്തെങ്കിലും ഉണ്ടായില്ല, ഇങ്ങനത്തെ ഒരു അച്ഛനാണ്. പിന്നെ ആദ്യം എടുത്തത് നമ്മുടെ 1+1 ടോയ്സ് മാച്ച് ഇല്ലേ, അതിന്റെ തുടക്ക സീന. അതില് ഈ തപ്പ് കൂട്ടിയിട്ട് സാധനം അതാണ് ആദ്യം ഷൂട്ട് ചെയ്ത് ബസ്സിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞപ്പോ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വിനോദ് ഗുരുവായൂര്, അയാള് വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛനെ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സീൻ വലുതാക്കുന്നുണ്ട്. പിന്നെ സാറ് എനിക്ക് വേണ്ടി കുറെ ഡയലോഗുകളിലോ എഴുതി. പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടം അയാൾക്ക്. അതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് കസ്തൂരിമാന്റെ സാറ് ഒരു സീൻ, അതായത് ഞാൻ താൻ ബൈക്ക് ഓടിക്കാൻ ചോദിച്ചു. എനിക്ക് ബൈക്ക് ഓടിക്കാനില്ല, രണ്ടൊരു മോപ്പിട്ട് തരാം. ആ മോപ്പിട്ട് മീര ജാസ്മിൻ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കുട്ടല്ലൂർ ഒരു റീജൻസി ക്ലബിന്റെ അകത്ത് കണ്ടാണ് ഷൂട്ട് ചെയ്തത്. അവിടെ ഇതുണ്ട്, സമ്പന്നന്മാര് താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു കാറില് ബാക്ക് സീറ്റില് അപ്പുറത്ത് ലോഹി സാർ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാനും ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം സീൻ എഴുതിയിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് ചുമന്ന മനുഷ്യന്റെ സീൻ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നതാണ് സീൻ, താനൊരു പെർഫോമർ അല്ലേ? അതെ, ഡയലോഗ് ഒക്കെ താൻ പറഞ്ഞാൽ മതി. ആ ഡയലോഗ് മുഴുവൻ ഇന്ത്യ തന്റെ സ്കൂട്ടർ ചത്തു, അത് എന്തൊരു സ്കൂട്ടർ, അതൊക്കെ ഞാൻ പറഞ്ഞതാ. അപ്പോ അങ്ങോരുടെ സ്ക്രിപ്റ്റിൽ സ്വന്തമായിട്ട് ഡയലോഗ് പറയാൻ ഒരു അന്നത്തെ കാലത്ത്, ഇന്നും ഞാനൊരു തുടക്കക്കാരൻ തന്നെയാണ്. തുടക്കക്കാരനായി എനിക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം തന്നെങ്കിൽ അങ്ങോർക്ക് എന്നിൽ എന്തുമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് എനിക്കൊരു ഊർജം. ചേട്ടന്റെ വാക്കും ഇതും അതൊരു അഭിമാന നിമിഷം. അത് വളരെ അഭിമാനം ഞാൻ ഇവിടെ പറയും. എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇങ്ങനൊരു സംവിധായകൻ, ജഗതി ചേട്ടനെ പോലെ വെഴ്സാറ്റിലായിട്ടൊരു ആക്ടർ, ഈ രണ്ടാൾക്കാര് താൻ നന്നാവുന്ന ജഗതി പറഞ്ഞു, തനിക്ക് ഇഷ്ടമുള്ള ഡയലോഗ് താൻ പറഞ്ഞോളൂ, ഇതാണ് സിറ്റുവേഷൻ എന്ന് ലോഹി സാറും പറഞ്ഞപ്പോ
ഞാൻ നിലത്തന്നെ നിൽക്കണേ, മേപ്പെട്ട് കയറിയിട്ടില്ല. പക്ഷെ എനിക്കതൊരു അഹങ്കാരമില്ല, അഭിമാനമാണ്. അത്രയും സന്തോഷമാണ് ഷെയർ ചെയ്യുമ്പോ. ഭയങ്കര സന്തോഷം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യണു, അതിന്റെ ഇടയിൽ കൂടെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാണ്ട് നിന്നിട്ടാണ് ഈ സീൻ നമ്മൾ കൈക്കലാക്കിയത് അല്ലെ, ഈ ഒരു കഥാപാത്രത്തിനെ നേടിയെടുത്തത്. വീട്ടുകാര് ഈ സിനിമ ആഗ്രഹത്തെ അഭിനയത്തിനൊക്കെ പിന്തുണച്ചോ? എങ്ങനെയായിരുന്നു? വീട്ടുകാരെന്ന് പറയുമ്പോ കസ്തൂരിമാൻ എടുക്കുമ്പോ എന്റെ രണ്ടാമത്തെ മോൻ ജനിച്ചിട്ടില്ല, 2003 രണ്ടാമത്തെ മോൻ 2004 ജനിക്കണേ. അപ്പൊ ഞാനിവിടെ അല്ലാതെ പെണ്ണ് കാണാൻ വരുന്നത് ഈ സ്കൂൾ ഡയറി സീരിയൽ ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ വരണേ. അപ്പൊ അവർക്കറിയാം ഇയാൾ അഭിനയിക്കുന്ന ആളാണ്. അതുകൊണ്ട് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കുറവൊന്നുമില്ല, സപ്പോർട്ടൊക്കെ ഉണ്ട്. വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഭാര്യ മാത്രമേ ഉള്ളൂ, അമ്മയുണ്ട്. അമ്മയൊക്കെ അമ്മയും എനിക്കൊരു പെങ്ങള് മാത്രമേ ഉള്ളൂ, ഒരു അമ്മ, ഒരു സിസ്റ്റർ. പിന്നെ അന്ന് ഈ സ്കൂൾ ഡയറി നടക്കുമ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ല. കസ്തൂരിമാനായപ്പോഴേക്കും മൂത്ത മോൻ ഇല്ലതാ. ഇവര് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. സപ്പോർട്ട് വെച്ചാൽ നമ്മള് ജോലിക്ക് തടസ്സം വരുന്ന രീതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ നമ്പൂരിബലിതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ RS പണിക്കർ എന്ന് പറഞ്ഞിട്ട് അന്നൊരു നേതാവ് ഉണ്ടായിരുന്നു സംഘടനയുടെ. ഈ മറ്റേ മമ്മൂക്കയുടെ ആ ഒരു പടം വന്നില്ലേ, എന്താ അതിന്റെ പേര്, അതെ, ഒരു ഹോമോസെക്ഷൽ പടം, അതിന്റെ പേരെന്തായിരുന്നു? ആ പടത്തില് കാതൽ, പേര് ഞാൻ മറന്നു. കാതലിന് സിനിമയിൽ മമ്മൂക്കയുടെ അച്ഛനായിട്ട് ഒരാൾ അഭിനയിച്ചിരുന്നു. അതാണ് ഈ RS പണിക്കര്. അപ്പൊ അദ്ദേഹം അന്നൊരു മൂപ്പരൊക്കെ അന്ന് സിനിമ അഭിനയില്ല, നാടകമുണ്ട്, വായനയുണ്ട്, ഒരു കലാരസികനാണ്, ആസ്വാദകനാണ്. അദ്ദേഹം എനിക്ക് നമ്പൂരിബലിതങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തതിന്. അപ്പൊ ആ സ്റ്റാഫിന്റെ മുഴുവൻ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് അവിടെ നിന്ന് ഒരു ജോലി നോക്കുമ്പോ അവിടുത്തെ സപ്പോർട്ട്, പ്രത്യേകിച്ച് അത് ഗവൺമെന്റ് അല്ല, പക്ഷെ ഏതായാലും ഗവൺമെന്റ് തന്നെയാണത്, അതിന്റെ അവര് സപ്പോർട്ട് വേണല്ലോ. അങ്ങനെ 17 കൊല്ലം അവിടെ ജോലി ചെയ്ത് ഞാൻ 1991 മുതൽ 2008 വരെ. അപ്പൊ ഫുൾ സപ്പോർട്ട് നമ്പൂരിബലികൾക്കും സിനിമ അഭിനയത്തിനും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് 2008 ഇന്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ അടിച്ച് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് വന്നു. നാട്ടിലേക്ക് വരാലോ, തൃശ്ശൂരല്ലേ. അവിടെ വന്നപ്പോ ഞാൻ 2018 അവിടുന്ന് പെൻഷൻ പറ്റി, അവിടുന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഔദ്യോഗിക മേഖലകളിൽ നിന്ന് നമുക്ക് ഒരു എന്താ പറയാ കലവറയില്ലാത്ത സഹകരണം ലഭിച്ചിട്ടുണ്ട്. പെർമിഷൻ മേടിച്ചിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി എന്നിട്ട് അഭിനയിക്കാൻ പറ്റും. അതൊക്കെ അതിന്റെ ലീഗൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ M.Com പഠിച്ച ഒരാളാണ്, പല പാരലൽ കോളേജുകളിലും അധ്യാപകനായിരുന്നു അല്ലെ. അതിന്റെ ഇടയിൽ പക്ഷെ സാറിന്റെ സംസാരം കേൾക്കുമ്പോഴൊക്കെ തോന്നുന്നത് സാർ ഒരു മലയാള ഭാഷാ പണ്ഡിതനാണെന്നാണ്. അതെങ്ങനെയാണ് ആ ഒരു പാണ്ഡിത്യം, അതെങ്ങനെയാണ് സാറ്? അതിന് 2 കാരണങ്ങൾ പ്രധാനമായിട്ടുണ്ടാവും. ഒന്ന്, എന്റെ അച്ഛൻ മണ്ണത്ത് ലക്ഷ്മിനാരായണ മേനോൻ, അദ്ദേഹം മലയാള അധ്യാപകനായിരുന്നു. നമ്മുടെ തൃശ്ശൂർ കോലഴി തിരൂര് സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ അവിടെ മലയാളം അധ്യാപകനായിരുന്നു എൻ്റെ അച്ഛൻ. അതൊരു കാരണം. ജന്മന പിന്നെ അച്ഛൻ്റെ സമ്പർക്കം കൊണ്ട് കിട്ടുമല്ലോ. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ഭാഷ വായിക്കുക, കവിത കേൾക്കുക, നാടകങ്ങൾ, അങ്ങനെ ഞാൻ സ്വയം വളർത്തിയെടുത്തപ്പോൾ കുറച്ച് സംസ്കൃതം പഠിക്കുക. സ്കൂളിലൊക്കെ ഞാൻ മലയാളം പഠിച്ചേ. ഞാൻ സംസ്കൃതം പഠിക്കുന്നത് 26-27 വയസ്സിലാണ്. ഞങ്ങളുടെ നാട്ടില് വല്ലച്ചരാണ് എൻ്റെ നാട്, ഇത് വൈഫിന്റെ നാടാ. വല്ലച്ചര ഒരു രാമൻ നമ്പ്യാർ എന്നിട്ട് മഹാപണ്ഡിതണ്ടായിരുന്നു. വളരെ ഒരു കുഞ്ഞുണ്ണി മാഷം ഒരു ചെറിയ മുണ്ടച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത് പോയി എന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. എന്താ പാസ്സായിക്കണെന്ന് ചോദിച്ചെന്നോട്. ഞാൻ M.Com പാസ്സായിട്ടുണ്ട് പറഞ്ഞു. എന്ത് പാസ്സായാലും വേണ്ടില്ല, ഞാൻ പഠിപ്പിക്കണത് പിറ്റേ ദിവസം അതേപോലെ പഠിച്ച് ഇങ്ങോട്ട് പറയാമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. അതായിരുന്നു കണ്ടീഷൻ. ഫീസ് ഒന്നും വേണ്ട, ഫീസ് ചോദിച്ചു ഇഷ്ടമായില്ല, നാളെ പഠിച്ചോളാം പോകണം, എനിക്ക് ഫീസ് ഒന്നും ഉണ്ടാവും. അങ്ങനെ അദ്ദേഹം ഒരു കട്ടിലുമ്മ കിടക്കും, ഞാനൊരു കസരട്ട് എടുത്തിരിക്കും. പിന്നെ സംസ്കൃതത്തെ കാണാപ്പടാ കറണ്ട് കെട്ടൊക്കെ ഉണ്ടെന്ന്, കറണ്ട് ഒന്നും വേണ്ട നമുക്ക്, ഇതുകൊണ്ട് ആള് പഠിപ്പിക്കാൻ തുടങ്ങും. ശ്ലോകങ്ങൾ അർത്ഥം, അത് സിദ്ധരൂപം, അമരകോശ, അതിന്റെ ഒരു പാരമ്പര്യ രീതിയിൽ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. അത് വെച്ചിട്ട് ആള് 2 കൊല്ലം എന്നെ പഠിപ്പിച്ചു. 89 മുതൽ 91 മാർച്ച് വരെ. 91 മാർച്ചിൽ എനിക്ക് കാലിക്കറ്റിൽ ജോലി കിട്ടി യൂണിവേഴ്സിറ്റി. അപ്പൊ പറഞ്ഞു അടിസ്ഥാനമൊക്കെ ഞാൻ മഷാക്കി തന്നിട്ടുണ്ട്, വായിച്ച് പഠിച്ചോളൂ, മുടക്കിന് വരുമ്പോ പിന്നെ ഞാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പോയി വീണ്ടും പഠിക്കും. അങ്ങനെ സംസ്കൃതം പഠിക്കുമ്പോൾ നല്ല മലയാളം ഉണ്ടാവാൻ കുറച്ച് സംസ്കൃതം ഉണ്ടാവണം, നല്ലതാ. ഇതൊക്കെ കൂടിയിട്ടാന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഒരു സംഗതി. പിന്നെ സ്വാഭാവികമായിട്ട് എനിക്കൊരു എന്താ പറയാ ഈ അച്ഛന്റെ ഇതിന്ന് കിട്ടിയതാവും, അങ്ങനെ ഒരു ഫ്ലയർ ഫോർ ഇതുണ്ട് ലാംഗ്വേജ്. നല്ല രസമാണത് കേട്ടിരിക്കാനേ. കോഴിക്കോട് സംസാരിക്കാൻ കൊതി വരുന്നത്. പിന്നെ ഈ മുദ്രാരാക്ഷസം നാടകം എന്ന് പറഞ്ഞില്ലേ ജോസേട്ടന്റെ, അതിൽ തന്നെ സൂത്രധാരനായിട്ട് കാസ്റ്റ് ചെയ്തു. അത് അവതരിപ്പിക്കുന്നത് ചാക്യാർ കൂത്തിന്റെ ശൈലിയിലാണ്. അതിനുവേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചാക്യാരുടെ അടുത്ത് പോയി, ഒരു കിടങ്ങൂർ കുട്ടപ്പ ചാക്യാർ, അതെന്റെ രാമൻ ചാക്യാർ എന്ന് പേരുണ്ട്. കൂത്തിന്റെ എണ്ണങ്ങളൊക്കെ ഞാൻ മശാക്കി. പിന്നെ കൂത്ത് കേട്ടും പിന്നെ എന്റെ വായന പിടിക്കൊണ്ട് ഞാൻ 50ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലേ സാർ? 60 ഏറ്റവും നമ്മുടെ ഹൃദയത്തിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ചോദിച്ചാൽ ഏതായിരിക്കും? അത് ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ നിലയ്ക്ക് കസ്തൂരിമാൻ തന്നെയാണ്. ആണല്ലേ? പിന്നെ
മുഴുവൻ അത് എന്താ വെച്ചാൽ അത് എനിക്ക് കിട്ടിയ ഒരു ബ്രേക്ക് കിട്ടിയ ഒരു മേജർ വേഷം എന്ന് പറയാൻ വേണേ. അതെ, മേജർ വേഷം. പിന്നെ അതുപോലെ എനിക്ക് വെള്ളരിപ്രാവിന്റെ ചങ്ങാതി ഉണ്ട് സിനിമ. ആ പടത്തിലാണ് ദിലീപിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഏറ്റവും നല്ല. അതിൽ ഞാൻ അത്ര കോയ എന്നൊരു വേഷം ചെയ്തു. നാടോട്ടിക്ക് ഭാര്യമാരുള്ള ഒരു കോയ. എന്റെ ഭാര്യയുടെ സീനത്ത്, എന്റെ മോള് കാവ്യ മാധവൻ, എന്റെ മോൻ മനോജ് കെ ജയൻ, അങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് ഒരു നല്ല വേഷമായിരുന്നു, മുസ്ലിം വേഷം. അപ്പൊ അവര് ചെയ്തത് എന്റെ തല വടിച്ചു കളഞ്ഞിട്ട് താടി വെച്ചു. അപ്പൊ നല്ല എന്താ പറയാ അസല് മുസ്ലിം. എന്റെ മുഖം ഒരു സെക്കുലർ മുഖ. ഞാൻ കുറി വരച്ച ഹിന്ദുവാണ്, കുറി മാറ്റി കളഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയാണ്, തല പഠിച്ച് താടി പഠിച്ച് ഞാൻ മുസ്ലിമാ. അപ്പൊ സെക്കുലർ അപ്പൊ സെക്കുലർ മുഖമാണ്. അപ്പൊ ഈ മുഖം വെച്ചിട്ട് എനിക്ക് ഈ 3 മേജർ മതങ്ങളല്ലേ ഇപ്പൊ കേരളത്തിൽ നമ്മുടെ നാട്ടില് ബാക്കി സ്ഥലത്ത് വരെ ഉണ്ടാവാം. അപ്പൊ ഇതിലേക്കൊക്കെ ഞാൻ ഇനി സർദാർജി ആവുമെന്ന് അറിയണ്ടോ താടി വെച്ച് തലപ്പുണ്ട്. അപ്പൊ അങ്ങനെ എന്തും ചെയ്യാവുന്ന ഒരു എന്റെ മുഖത്തിന് പ്രത്യേകതയുണ്ട്. പിന്നെ ഈ വെള്ളരിപ്രാവ് ഞാൻ അതിലെ വേഷം. പിന്നെ ഒരു മേജർ വേഷം എന്ന് പറയുന്നത് ജോഷി സാറിന്റെ പടം ഇറങ്ങി, നമ്മുടെ പൊറിഞ്ചുമറിയൻ ജോസ്. അതിൽ ഞാനൊരു അച്ഛൻ ചെയ്തിട്ടുണ്ട്, ഫാദർ ഇരുമ്പൻ. പിന്നെ ഒരു അച്ഛൻ ചെയ്തത് നമ്മുടെ ജൂഡ് ആന്റണി ഇല്ലേ, അയാളുടെ ആദ്യത്തെ പടം, അതായത് ഓം ശാന്തി ഓശാൻ. അതിൽ ഞാൻ ഒരു അച്ഛൻ ചെയ്തത്. അത് ജൂഡ് എന്റെ നമ്പർ തപ്പി പിടിച്ച് ചേട്ടൻ തന്നെ ചെയ്യുന്നുണ്ട്, എന്നെ വിളിച്ച് ചെയ്യിച്ചു. കസ്തൂരിമാന്റെ കൺട്രോളറാണ് അത്ര ജൂഡ് ഈ നമ്പർ മേടിച്ചു. എവിടെയൊക്കെ തപ്പി പിടിച്ച് ഞാൻ ചേട്ടനാണ് വിളിച്ചത്. അതിന്റെ ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ ജൂഡിന്റെ അടുത്ത പടം കുറച്ച് വന്നു, അതിനൊന്നും ഞാൻ ഇല്ല. 2018 വന്നു പ്രളയം. അതിലെനിക്ക് നല്ല വേഷം. അപ്പൊ അങ്ങനെ അതൊരു നല്ല വേഷം. പ്രളയം അത് ഗംഭീര പടം, ഓസ്കർ ഗംഭീര പടം. പിന്നെ ഉള്ള പടം എന്ന് പറയുമ്പോ പിന്നെ അങ്ങനെ ഒരുപാട് പടം. ദിലീപിന്റെ മറ്റേ പടം ഏത്, തൃശ്ശൂർ പൂരം. ദിലീപിന്റെ അല്ല, ജോർജേട്ടൻസ് പൂരത്തിൽ അഞ്ജന എന്നൊരു കോമഡി ആർട്ടിസ്റ്റ് ഇല്ലേ, അഞ്ജനയുടെ അച്ഛനായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ ദിലീപിന്റെ അടുത്ത്. അതൊരു വേഷം ഉണ്ടായി. പിന്നെ അങ്ങനെ ഈ വേഷങ്ങളൊക്കെ വേറെ തരത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ശാന്തത്തിൽ അത് ഇതിന് മുമ്പാണ്. അഭിനയത്തിനപ്പുറം സാറ് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നണേ. കാരണം എഴുത്തുണ്ട്, പിന്നെ നാടക അഭിനയമുണ്ട്, ആങ്കറിംഗ് ഉണ്ട്, പൂരത്തിന്റെ ലൈവ് കമന്ററി ഉണ്ട്. ഞാൻ ഇതിന്റെയൊക്കെ താഴെ വന്ന് വായിച്ചേക്കുന്ന കമന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ പുനർജന്മമാണോ ഇദ്ദേഹം എന്നുള്ളത്. ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ എന്തായാലും ഒരു കൂത്തിന്റെ ഒരു ചെറിയൊരു കുഞ്ചൻ നമ്പ്യാര് ഓട്ടം തുള്ളലാണല്ലോ. ഓട്ടം ശീതകം പറയാൻ ഓ ഷീപ്പ 3 തുള്ളല്, ഓട്ടം ശീതകൻ പറയാൻ ആദ്യത്തെ കൂത്ത് ചാക്യാർകൂത്തില് ഞാനൊരു ചെറിയ സാധനം കാണിക്കാം. എങ്കിലോ പണ്ട് പുലസ്ത്യഗോത്ര സംഭൂതനായിരിക്കുന്ന ദശകണ്ഠനുണ്ടായതിന്റെ ശേഷം അനുജന്മാരായിരിക്കുന്ന കുംഭകർണ വിഭീഷണന്മാരോടുകൂടി ഉത്തരഗോകർണാശ്രമത്തെ പ്രാപിച്ച് ജഗൽ സ്രഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവിനെ കുറിച്ച് അതിക്രൂരമായിരിക്കുന്ന തപസ്സു ചെയ്ത് മാനുഷന്മാരിൽ നിന്നും മന്യന്മാരാൽ അവധ്യത്വമാകിയ വരത്തെ സമ്പാദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് അനുജന്മാരോടുകൂടി തൻ്റെ കുലരാജധാനിയായ ലങ്കയിലെത്തി അഭിഷിക്തനായി സ്വൈരമാകും വണ്ണം അധിവസിച്ചു വരുന്ന കാലത്തിങ്കൽ വൈശ്രവണൻ അയച്ച ദൂതന്റെ മുഖത്തു നിന്നും തൻ്റെ വധവാക്യത്തെക്കുറിച്ച് കേട്ട് കോപിച്ച് പുറപ്പെട്ട് അളകാ രാജധാനിയെ പ്രാപിച്ച് വൈശ്രവണനെ ജയിച്ച് പുഷ്പക വിമാനത്തെ സമ്പാദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പോരുന്ന വഴിക്ക് വഴിതെടുത്ത കൈലാസം പർവ്വതത്തെ എടുത്ത് അമ്മാനമാടി ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിച്ച് ചന്ദ്രഹാസത്തെ സമ്പാദിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് അയോധ്യ രാജധാനിയെ പ്രാപിച്ച് അനരണ്യനാകുന്ന രാജാവിനെ നിഗ്രഹിച്ച് തൽപ്രദത്തമായിരിക്കുന്ന ശാപത്തെ സ്വീകരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് മരുത്തനെ ജയിച്ച് അന്തകനെ ജയിച്ച് വിവാദകവചന്മാരുമായി സഖ്യം ചെയ്ത് പാതാളത്തെ പ്രാപിച്ച് നാഗങ്ങളെ ജയിച്ച് സ്വർഗലോകത്തെ പ്രാപിച്ച് ഇന്ദ്രാതിദേവകളെ ജയിച്ച് തൻ്റെ രാജധാനിയായ ലങ്കയിലെത്തി ത്രൈലോക്യ ഐശ്വര്യ ഗർവിതനായിട്ട് പുത്രപൗത്രാമാത്യാദികളോടുകൂടി അധിവസിപ്പോതും ചെയ്തു. ശ്വാസക്കൊട്ടെന്ന് പറയും. അത് പറയുമ്പോ ചാക്കിയാട്ടെ ശ്വാസം മുറിയും. അപ്പൊ ശ്വാസം കിട്ടാനുള്ള കൊട്ട് ശ്വാസക്കൊട്ട്. ചെറിയൊരു സാധനം, ഇതിന്റെ ഗംഭീരന്മാര് വേറെ ഉണ്ട്. കണ്ണടച്ച് ഭാഷ ഇങ്ങനെ ഒഴുകുന്ന ഇത് നമ്മുടെ ഭാഷയുടെ പഴയ മലയാളം, പഴയ ചാക്യന്മാരൊക്കെ അതിപ്രതിഭാശാലികളും അവരിതിനു വേണ്ടി അഭിനയ കലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുലാണല്ലോ. അവരത് ഡെഡിക്കേറ്റഡ്. അവർക്ക് വേറെ പണിയില്ല, അവർക്ക് വേറെ പണി കൊടുത്തില്ലേ, നിങ്ങൾ ഇത് ചെയ്താൽ മതി. അപ്പൊ അവര് അങ്ങനെ ഭാഷയുടെ മലയാള ഭാഷയുടെ പഴയ മലയാളത്തിൻ്റെ ഒരു ആവിഷ്കാരക്ഷമത, അതിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു ശക്തി, അതിൻ്റെ അഭിനയിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്.
അതാ പഴയ ചാക്യാന്മാരുടെ പ്രതിഭിന്നം. ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ വേറൊരാളില്ലെന്ന് തോന്നുന്നു അല്ലേ ഇതുപോലെ ചെയ്യുന്ന. അതൊന്നും ഞാൻ പറയില്ല. അത്രയ്ക്ക് നമ്മളിങ്ങനെ ലയിച്ചിരുന്നല്ലേ, ഞാൻ പറയുന്നില്ലല്ലോ, നിങ്ങൾക്ക് കേൾക്കും പറയാം, നമ്മളിങ്ങനെ ലയിച്ചിരുന്നു പോകുന്ന ഒരു പ്രകടനം. അതാണ് ഇപ്പോഴും സാർ ആ വൺ മാൻ ഷോ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെ ചേലക്കര സ്കൂളില് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ സാറിന്റെ അടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരാറുണ്ടോ? ഇല്ല, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. എങ്ങനെ പഠിപ്പിക്കണേ? ഞാൻ പഠിച്ചത് മുഴുവൻ ആൾക്ക് പറഞ്ഞു കൊടുക്കാണ്ട് വിരോധമില്ല. പക്ഷെ ഞാൻ അടുത്ത ഷോയിൽ എന്താ പറയാന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മളിത് പഠിച്ചു പോയി പറയല്ല, പഠിക്കും. നമ്മള് ഇതൊക്കെ പഠിക്കും, കണ്ടു പഠിക്കേണ്ടത് പറയാൻ പറ്റില്ല, പഠിക്കും. പക്ഷെ ചേലക്കാരൻ പറഞ്ഞതാവില്ല, ചിലപ്പോ തരൂല്ല, അവനെ പറയാ വേറെ സാധനം പറയും. അപ്പൊ അത് ശരിക്ക് ഒരാളുടെ വായന, അയാളുടെ ആക്ടിങ്ങിനുള്ള എന്താ പറയുക ഫ്ലെയർ ഫോർ ആക്ടിങ് പൊട്ടൻഷ്യൽ, അയാളുടെ നർമ്മബോധം, പിന്നെ അയാളുടെ ഇതിനോടുള്ള സർവോപരി ഇതിനൊക്കെ ഒരു സമർപ്പണവും ദൈവാധീനവും ഗുരുകൃപയും വേണം. ഇതൊക്കെ കൂടി വരുമ്പോഴാണ് ഇതെന്താവുക, ഒരാളങ്ങനെ ഉണ്ടാവണ്, അത്ര പറയാൻ പറ്റും. വേറെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമ്മളെ എഴുത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പൊ അതില് സാറിന്റെ വികടവാണി 2006 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി അല്ലേ? ഇതാണ് വികടവാണി, എന്റെ പുതിയ പതിപ്പാണ്. ഇത് വായിക്കാൻ നല്ല രസോട്ടോ. ഞാൻ ഇവിടെ വന്ന് ഇപ്പൊ കുറച്ചു നേരം ഞാൻ വായിച്ചു നോക്കി, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പറയായിരുന്നു സാറോട്, സാർ ഇനിയും എഴുതണം, സാർ കൂടുതലായിട്ട് എഴുതണം, അവാർഡ് കിട്ടാൻ വേണ്ടി ഒരു പ്രാവശ്യം കൊടുക്കുള്ളൂ എന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ഒരു കാറ്റഗറിയിൽ ഒരു തവണ. ഇത് ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകം ഏതാ? ഇതാണോ? വിശ്വമംഗള പ്രാർത്ഥന. അതാണ് സാർ ആദ്യം എഴുതിയ പുസ്തകം. പിന്നെ എന്റെ ഗുരുനാഥൻ മഹർഷി മഹാവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ, അദ്ദേഹം വിശ്വമംഗള പ്രാർത്ഥന പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ കമന്ററിയാണ്, അതിന്റെ കമന്ററിയാണ് വിവരണം. ഓക്കെ. പിന്നെ അതില് ഇതാണോ പിന്നെ അതിനൊക്കെ മുമ്പ് അതിനുശേഷമാണ് ഈ പുസ്തകം. ഇത് രാഘവേന്ദ്ര സ്വാമികളുടെ ബയോഗ്രഫിയാണ്. ഇദ്ദേഹത്തിന്റെ അമ്പലം ആന്ധ്രയില് മന്ത്രാലയം എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ പോയി ഞാൻ ഭജിച്ചിട്ടുണ്ട് ഒരാഴ്ച. അവിടെ നിന്നാണ് എനിക്ക് നമ്പൂരി വലുത് അവതരിപ്പിക്കാനുള്ള പ്രചോദനം കിട്ടി. അദ്ദേഹം ഭയങ്കര പവർഫുൾ, 400-300 കൊല്ലം സമാധി ഒരു സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇപ്പോഴും അവിടെ ഉണ്ട്. അവിടെ പോയി ഞാൻ ഭജിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ കൂടിയാണ് ഞാൻ ഗുരുനാഥനിലേക്ക് എത്തിപ്പെടുന്നത്. അതിനുശേഷമാണ് ഇത് എഴുതിയത്, ബയോഗ്രഫിയാണ്. പിന്നെ നമ്മുടെ നന്ദഹാസം, ഇത് അക്കാഡമി അവാർഡിന് കിട്ടിയതിന് ശേഷം HNC-കാര് ആവശ്യപ്പെട്ട് എഴുതി കൊടുത്ത പുസ്തകമാണ് നന്ദഹാസം. നന്ദകിഷോറിന്റെ നന്ദഹാസം. എൻ കണ്ണിൽ എൻ ഗുരു, ഇത് ഗുരുവിനെ കുറിച്ച് എന്റെ ഗുരുനാഥൻ മഹർഷി മഹാവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാറിനെ കുറിച്ച് ഞാനും എന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ പഠിച്ച് ഇപ്പൊ സന്യാസിയായ അന്ന് രാമോന്ന് പേര്, ഇപ്പൊ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളുടെ ഗുരുവിനെ പറ്റിയുള്ള കാഴ്ചകൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിപ്പോ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളൂ. അതെല്ലേ. പിന്നെ സാറിന്റെ ഫാമിലി, ഭാര്യ ലത എന്ന് നമ്മൾ നേരത്തെ ഇടയിൽ ആദ്യം തന്നെ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞു. ബാക്കി ആരൊക്കെയുണ്ട്? ഭാര്യ ലത, പിന്നെ 2 മക്കള്, 2 ആൺമക്കള്. മൂത്താളുടെ പേര് പ്രഹ്ലാദൻ, രണ്ടാമത്തെ ആളുടെ പേര് കാളിദാസൻ. ഇതിൽ പ്രഹ്ലാദൻ എന്ന് പറയുന്നവൻ ഇപ്പോ കോഴിക്കോട് എക്സൈസ് ഇൻസ്പെക്ടറാണ്. 2004 മെയ്യില് ജോലി കിട്ടി. അവിടെ 1 കൊല്ലം ട്രെയിനിങ്. അത് കഴിഞ്ഞപ്പോ 2024 മെയ്യില് കിട്ടി. 2025 മെയ്യില് ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞു കോഴിക്കോട് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് കസ്ബ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മകൻ കാളിദാസൻ, അയാളിപ്പോ മറ്റേ അലോഷ്യസ് കോളേജ് എൽത്തുരുത്ത് ഇവിടെ അടുത്തുണ്ട്, അവിടെ BCom പഠിക്കുന്നു. അയാളിപ്പോ തായമ്പ പഠിച്ചു, നല്ല മേളക്കാര, 2 പിള്ളേരും നല്ല മേളക്കാരാ. കാളിദാസൻ തായമ്പകം പിടിച്ചു. അതിന്റെ അരങ്ങേറ്റം സെപ്റ്റംബറിൽ ഉണ്ടാവും, ഓണം കഴിയുമ്പോ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അയാൾ ഇപ്പൊ ആശാനായി, മൂപ്പര് മേളത്തിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് അരിമ്പൂരി. അപ്പൊ ഇങ്ങനെ 2 മക്കളാണ് എനിക്ക്. പിന്നെ എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അവളുടെ പേര് പ്രഭാവള്, തൃശ്ശൂർ താമസിക്കുന്നു. അതൊക്കെയാണ് കുടുംബം അല്ലെ? ഭാര്യ ഹൗസ് വൈഫ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നന്ദകിഷോർ സാറിന്റെ വിശേഷങ്ങള്. ഒരുപാട് സന്തോഷം ഞങ്ങളുടെ കൂടെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിൽ. ഒത്തിരി സന്തോഷം. ഇപ്പൊ കൈ നിറയെ സിനിമകളുണ്ട്, ഇനിയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വേഷങ്ങളൊക്കെ വരട്ടെ എന്ന് ഞങ്ങളെ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് പറയണം കേട്ടോ. കമന്റ് ഒക്കെ വായിക്കുന്ന ആളാണ് അല്ലെ, കമന്റ് ഒക്കെ എല്ലാം നോക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്തായാലും തീർക്കുന്നതിന് മുമ്പ് എല്ലാവരുടെ പേരിലും ഹൃദ്യമായ ഓണാശംസകൾ. സന്തോഷം, ഓണാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും. താങ്ക് യു.